ഞാനും ഉണ്ടാക്കി കേട്ടോ. പേളിയമ്മാണിയുടെ അമ്മായിയമ്മയുടെ മീൻകറി കേട്ടോ. സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരിയുടെ മീൻകറി അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊക്കെ തേങ്ങ അരച്ചല്ലേ, ഞാൻ തേങ്ങ അരച്ച് വെക്കാറുണ്ട്, പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത് ഇങ്ങനെ ആദ്യമായിട്ടാണ്. കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കടുക് പൊട്ടി എണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുറേ പച്ചമുളകും കൂടെ, നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇതെല്ലാം കൂടെ ഇന്ന് അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞുള്ളി, ഒരു പിടി കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി തന്നെ നമ്മുടെ കറികൾക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. അതെല്ലാം കൂടെ ഇട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിക്ക നമ്മൾ അരിഞ്ഞതും കൂടി ഇട്ട് വഴന്ന് വരുമ്പം നമ്മുടെ മീൻപുളി വെള്ളത്തിലിട്ട് വെച്ചത് നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റത്തേന് വേകാനായിട്ട് വെക്കണം. അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനേക്ക് നമ്മുടെ ഒരു തേങ്ങ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ, നല്ല കട്ട തേങ്ങാപ്പാൽ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ചാറിന് ആവശ്യമുള്ളത്രോളം നമ്മൾ തേങ്ങാപ്പാൽ എടുത്തോണം. എന്നിട്ട് നമ്മളിത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ പീസ്, നമ്മുടെ മീനിൽ നമ്മൾ വറുക്കാൻ പുരട്ടി വെക്കുന്ന പോലെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആദ്യമേ കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കും. മീൻ പീസാക്കി കഴിഞ്ഞ് എന്നിട്ട് അതാണ് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതുകൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കറിയെല്ലാം തിളച്ച് സെറ്റായി വരുമ്പോൾ എണ്ണ ഇതിന് നന്നായിട്ട് തെളിഞ്ഞു വരും. നമ്മുടെ ഈ നല്ലവണ്ണം എണ്ണയൊക്കെ തിളച്ച് പനച്ച് വരും. അടാറ് ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. എന്തായാലും പുള്ളിക്കാരിയെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ടേസ്റ്റാണ്. നമ്മളിതുപോലുള്ള ഓരോ എന്നാ പറയുന്ന വൈറൽ വീഡിയോകളൊക്കെ ഉണ്ടാക്കി നോക്കാറില്ല, ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ നോക്കിയൊരു കൂട്ടത്തിലാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.